السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد. الحمد لله. നമ്മുടെ മഹത്തായ ഇഷ്കിൻ്റെ ലോകം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ റമളാനിൻ്റെ 1 മുതൽ ആരംഭിച്ച പഠന ക്ലാസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നടന്ന എല്ലാ ക്ലാസ്സുകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ വിഷയം ബദറും ബദരീങ്ങളും എന്ന വിഷയമാണ്. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇന്നലെ നമ്മൾ അയവിറക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമളാൻ 17-ൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ ബദർ ദിനത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നാളെ ബദരീങ്ങളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇന്നലെ നമ്മൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന് പാവങ്ങളായ മുഹാജിരീങ്ങളായ സ്വഹാബത്ത് അവരെ സ്വത്തുക്കളും സമ്പാദ്യങ്ങളുമെല്ലാം അവർ മക്കയിൽ ഇട്ടച്ച് വന്നവരാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും സ്വഹാബത്തിൻ്റെയും മനസ്സിലുള്ള ചിന്ത, ഈ പാവങ്ങളായ മുഹാജിരീങ്ങളെ സ്വത്തുക്കളും സമ്പാദ്യങ്ങളും എടുത്തിട്ടാണല്ലോ അബൂ സുഫിയാൻ ഷാമുമായി കച്ചവട ബന്ധം സ്ഥാപിച്ചത്. ഈ പാവങ്ങളായ മുഹാജിരീങ്ങളെ സ്വത്തുക്കളും സമ്പാദ്യങ്ങളും തിരിച്ചു പിടിക്കണമെന്നല്ലാതെ മുത്തുനബിൻ്റെ മനസ്സിൽ വേറെ യുദ്ധത്തിൻ്റെയോ ആയുധത്തിൻ്റെയോ ഒരു ചിന്തയുമില്ല. പക്ഷേ അതിനു വേണ്ടിയാണ് മുത്തുനബി ബദറിലേക്ക് പുറപ്പെടുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ച വിഷയമാണ്. ഇത് മുതലെടുത്തുകൊണ്ട് മക്കയിൽ അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ഒരാളും മക്കയിൽ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഒരുക്കത്തോടുകൂടെ കുതിരപ്പടയണികളും ഒട്ടകങ്ങളും സാമഗ്രികളും പടയങ്കികളുമായി അവർ അള്ളാഹുവിൻ്റെ ഹബീബിനെ വധിക്കാൻ വേണ്ടി മക്കയിൽ നിന്നും പുറപ്പെടുകയാണ്. അങ്ങനെ നമുക്ക് ബദറിൻ്റെ പടർക്കളത്തിലേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ, മഹത്തായ ബദർ യുദ്ധം നടക്കുന്നത് ഒരു കുടിവെള്ളത്തിൻ്റെ പേരിലാണ്. നാം ഇന്നലെ പറഞ്ഞു വെച്ചതാണ്. അള്ളാഹുവിൻ്റെ റസൂല് ഒരിക്കലും ഒരു യുദ്ധത്തിൻ്റെ ചിന്ത മുത്തുനബിൻ്റെ മനസ്സിലില്ല. അതിനുള്ള ഒരുക്കങ്ങളുമില്ല. ഇവരെപ്പോലെ ശത്രുക്കളെപ്പോലെ സാമഗ്രികളോ പടയങ്കികളോ ആയുധങ്ങളോ ഒരു ബലവും ഇല്ല. എല്ലാം അള്ളാഹുവിൽ വരമൽപ്പിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെ ബദറിലേക്കെത്തി അള്ളാഹുവിൻ്റെ ഹബീബ് ആദ്യം തന്നെ ഓരോ ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഉത്തുബത്ത് ഇവിടെ പോകും, ഷൈബത്ത് ഇവിടെ പോകും. ഓരോരുത്തരും വീഴുന്ന സ്ഥലങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അങ്ങനെ പരിശുദ്ധമായ റമളാൻ 17 വെള്ളിയാഴ്ച രാത്രി അള്ളാഹുവിൻ്റെ ഹബീബും സ്വഹാബത്തും ബദറിലേക്ക് എത്തി. അവിടെ കൂടാരമടിച്ചു. ഖുറൈശി തലവന്മാരായ ഉത്ബത്തും ഷൈബത്തും വലീദിനെ പോലത്തെ കിങ്കരന്മാർ ബദർക്കളത്തിൽ വീഴുന്ന സ്ഥലങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനിങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. ആ ഭാഗം മുഴുവൻ കുട്ടി വൈദ്യർ വിശദീകരിക്കുകയാണ്. എണ്ടും നബിയുള്ള വിണ്ടെത്തിഹാമിൻ ഇഖ്റാജായുള്ളോരിൽ അക്വഫറ്റെ ശുജായികളേതെല്ലാം ഉണ്ട്
ഹക്കോതിടുവിൻ കുണ്ടൻ ജഹൽ താമും കുണ്ടൻ ഊമൈറും പിൻ കിബ്രനാം ജാബിർ ആബുൽ ഉസൈറും ഇതു പഠിക്കേമക്കാരായുള്ള നാമക്കാരും. മുത്തുനബി ഇങ്ങനെ സ്വഹാബത്തിന് ബദറിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ, ഇവിടെ ഉത്തുബത്ത് വെക്കും, ഇവിടെ ഷൈബത്ത് വെക്കും, എല്ലാം അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് അങ്ങനെ സ്വഹാബത്ത് റമദാൻ 17 വെള്ളിയാഴ്ച രാത്രി ബദറിലേക്ക് നിദ്രയിലാണ്ടു. അങ്ങനെ സ്വഹാബത്ത് രാത്രിയിൽ ഉറങ്ങി പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള വെള്ളം അവർക്ക് ഇല്ല. ബദറിൽ വെള്ളമില്ല. സ്വഹാബത്ത് വന്നിട്ട് ഹബീബ് സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് സങ്കടം പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് ശുദ്ധീകരണത്തിനുള്ള വെള്ളമില്ല. ഇബ്ലീസ് ഈ ഒരു അവസരം മുതലെടുക്കാൻ നോക്കിയതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഅ്ജിസത്തെന്ന് പറയാം. ഉടനെ തന്നെ മുത്തുനബി അള്ളാഹുവിനോട് മനം നൊന്തങ്ങ് പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ അവിടെ ബദറിൽ മഴ വർഷിക്കുകയാണ്. അങ്ങനെ മഴ പെയ്തപ്പോൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുടിവെള്ളത്തിൻ്റെ പേരിലാണ് ബദർ നടക്കുന്നതെന്ന്. ഈ മഴയങ്ങ് പെയ്തപ്പോൾ സ്വഹാബത്ത് വലിയൊരു തടാകം കെട്ടി അതിൽ വെള്ളം ശേഖരിക്കുകയുണ്ടായി. മറിച്ച് ശത്രുക്കൾ അവർ നിൽക്കുന്ന ഭാഗങ്ങളിലെല്ലാം ചളി പുരണ്ട് ആകെ വൃത്തികേടായിരിക്കുകയാണ്. ചൊരിന്ത് മത്തറത് പരന്തനരുളിനാലുരം പെരും കത്തിറാൽ ചതുർപ്പുറം വാരും ജലം സത്തിറാൽ ചുഷന്ത തലമതും യശുന്ത നദിപ്പടി തിശന്തടൈ പുനലാൽ അരികർകൾ തുടങ്ങി ഗസ്ലാൽ. അങ്ങനെ മഹത്തായ ബദറിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രാർത്ഥനക്കപ്പം തന്നെ അള്ളാഹു ഇജാബത്ത് കൊടുക്കുകയാണ്. ബദറിലാകെ മഴ പെയ്ത് സ്വഹാബത്തെല്ലാം തടാകത്തിൽ അവർക്ക് വേണ്ട വെള്ളങ്ങളെല്ലാം ശേഖരിച്ചു വെച്ചു. ശത്രുക്കൾക്ക് വെള്ളമില്ല. അവർ നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ചളി പുഴണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, അള്ളാഹുവിൻ്റെ സഹായത്താൽ ബദറിൽ വെള്ളം ലഭിച്ചു. മുസ്ലിങ്ങൾക്ക്, സ്വഹാബത്തിന് ആ ശത്രുക്കളാകുന്ന വലിയ സൈന്യത്തിനെ അവരുടെ മനസ്സിൽ അങ്ങോട്ട് നോക്കുമ്പോൾ ചെറിയ ഒരു സഖ്യമായിട്ടാണ് അവർക്ക് തോന്നുന്നത്. നേരെ മറിച്ച് ഖുറൈശികൾക്ക് സ്വഹാബത്തിലേക്ക് നോക്കുമ്പോൾ വലിയൊരു സംഘമായി അള്ളാഹു തോന്നിപ്പിക്കുകയാണ്. ആൾബലം കൊണ്ട് കുറച്ചുള്ളെങ്കിലും അള്ളാഹു വലിയൊരു പേടിപ്പിക്കുന്ന രൂപത്തിൽ അവരെ തോന്നിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവർ തന്നെ ധാരാളം ആളുകളുണ്ട്. 70ഓളം കച്ചവട സംഘം തന്നെ ഉണ്ട് എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്. നമുക്കറിയാം, കൈപ്പറ്റക്കാരനായ ഒരു മൊയ്തീൻ കുട്ടി മുസ്ലിയാരുണ്ടാക്കിയ അൻവാറുൽ ബസർ ഫി അഖ്ബാരി അസ്ഹാബിൽ ബദർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രന്ഥം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പറഞ്ഞു വരുന്നത്, ആ കൈപ്പറ്റക്കാരനായ മൊയ്തീൻ കുട്ടി മുസ്ലിയാരുണ്ടാക്കിയ അൻവാറുൽ ബസർ ഫി അഖ്ബാരി അസ്ഹാബിൽ ബദർ, ആ മഹത്തായ ഗ്രന്ഥത്തിൽ 200 വർഷത്തിന് മുമ്പുള്ള ഗ്രന്ഥമാണ്. അത് അന്യോന്യം ആരും ഇതുവരെ പ്രിൻ്റ് അടിക്കപ്പെട്ടിട്ടില്ല. അൽഹംദുലില്ലാ, നമ്മുടെ ആദരണീയരായ ഉസ്താദ് അവറുകൾ സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ ഉസ്താദ് അവറുകൾ ആ ഗ്രന്ഥം ഈ അടുത്തുള്ള കോപ്പി പുനഃപ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, വകാന മിൻ തുജാരിഹിം സബൂന
على الصحيح قيل 40. അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ 70ഓളം കച്ചവട സംഘമുണ്ട് എന്ന് ആ മഹത്തായ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാൻ കഴിയും. വകാന മിൻ തുജാരിം 70 അല സ്വഹീഹ് ഖീല 40. നമ്മൾ പറഞ്ഞു വരുന്നത് ആൾബലം കൊണ്ട് അവർ ഒരുപാടുണ്ടെങ്കിലും അള്ളാഹു സ്വഹാബത്തിൻ്റെ കണ്ണിൽ അവർ ചെറിയ സഖ്യയായി തോന്നിപ്പിക്കുകയാണ്. അതും ബദറിലെ മറ്റൊരു വലിയ മുഅ്ജിസത്താണ്. എന്നാൽ ഖുറൈശികൾ അവരുടെ മദ്ദളവും അതുപോലെ ദഫുകളും ഒരുപാട് യുദ്ധത്തിൻ്റെ സാമഗ്രികളും എടുത്തുകൊണ്ട് ബദറിൻ്റെ രണാങ്കരത്തിൽ വലിയ അബൂജഹലിൻ്റെ അഹങ്കാരത്തോടുകൂടെ അവർ വലിയ യുദ്ധസൈന്യമാണെന്നറിയിക്കാൻ വേണ്ടി വലിയ ശബ്ദകോലാഹലങ്ങൾ ബദറിൻ്റെ രണാങ്കരത്തിൽ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. മൊയ്ൻകുട്ടി വൈദ്യർ പാടാണ്. തുടരെ മദ്ദളവും മുരശോട് മറുപവറ്റകളും ഭജയൊട് ദുടികൾ ദപ്പുകളും കൈമണി ധ്വനികൾ താഷികളാൽ കൊടുമ പുല്ലുകൾ ചൂളകൾ കൊമ്പു ചങ്കുകളാൽ തകൃതികൾ കോള് താളമേ ഓടിച്ചാടിയും സഫുനിപ്പുകളാൽ. അങ്ങനെ അവർ അന്തരീക്ഷത്തിൽ വലിയ ശബ്ദകോലാഹലങ്ങളുണ്ടാക്കി യുദ്ധത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ബദറിൻ്റെ രണാങ്കരത്തിൽ സ്വഹാബത്തിനോട് സ്വഫായി നിൽക്കാൻ പറയുകയാണ്. എല്ലാ സ്വഹാബത്തിനെയും സ്വഫായി നിർത്തി. എന്നിട്ട് നമുക്ക് ബദർ നൽകുന്ന മറ്റൊരു പാഠമാണ് ഷാവിറു ഫിൽ അംർ. ഏത് കാര്യം വരുമ്പോഴും നമ്മൾ മുഷാവറ നടത്തണം. ഏത് കാര്യം വരുമ്പോഴും നമ്മൾ ചർച്ച ചെയ്യണം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു കല്യാണ കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയൊരു പദ്ധതിയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ നമ്മൾ ആ കാര്യം നമ്മളെ കുടുംബങ്ങളുമായി വീടുകളുമായി ചർച്ച ചെയ്യുക. ബദർ നൽകുന്ന നമുക്ക് ഒരു വലിയ പാഠമാണത്. അള്ളാഹിൻ്റെ റസൂല് ബദറിൽ ഇങ്ങനെ ഇവരൊക്കെ ശത്രുക്കളൊക്കെ സന്നദ്ധമായി ഇറങ്ങുമ്പോഴും അള്ളാഹിൻ്റെ റസൂല് ആദ്യം അൻസ്വാരികളോട് ചോദിക്കും, നിങ്ങൾ റെഡിയല്ലേ? പിന്നീട് മുഹാജിരീങ്ങളോട് ചോദിക്കും, നിങ്ങൾ സന്നദ്ധമല്ലേ? ആ മുഹാജിറുകളും അൻസാരികളും പറഞ്ഞത് ഒരൊറ്റ മറുപടി മാത്രം. എന്താണത്? മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ പാടാണ്. ഉരത്താറ് സ്വഹബാക്കൾ മഖ്ലൂക്കാം തടങ്കലിലും ഉടയോൻ റഹ്മത്തായി ഇറക്കിയ റസൂലുള്ളാവേ. ഉടയോനികൾക്കോർമ്മ അന്നഭൂമില്ല ബനികൾ സൗജത്തും ഫഇൻദോരിൽ വസിയത്തില്ല. അൻസാരികളോടും മുഹാജിറുകളോടും അള്ളാഹിൻ്റെ റസൂല് ചോദിച്ചു, യുദ്ധത്തിന് റെഡിയല്ലേ? അൻസാരികളും മുഹാജിറുകളും പറഞ്ഞത് ഒരൊറ്റ മറുപടിയാണ്, യാ റസൂലല്ലാ, ഞങ്ങളെ ഭാര്യമാരോട് സമ്മതം വാങ്ങിയിട്ടില്ല, ഞങ്ങളെ മക്കളോട് പറഞ്ഞിട്ടില്ല, ഞങ്ങളെ എല്ലാം അങ്ങേക്ക് വേണ്ടി സമർപ്പിച്ച് വന്നവരാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒരു വസിയത്താണ് പറയാനുള്ളത്. ഞങ്ങളെങ്ങാനും ഈ യുദ്ധത്തിൽ ഷഹീദായി കഴിഞ്ഞാൽ ഞങ്ങളെ മക്കളും ഞങ്ങളെ ഭാര്യമാരും അനാഥരാകും. അവരെയൊന്ന് തങ്ങൾ സംരക്ഷിക്കണേ. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ള വസിയത്ത്. അല്ലാതെ സൗജത്തും ഫഇൻദോരിൽ വസിയത്തില്ല. ഞങ്ങളെ ഭാര്യമാരോടും മക്കളോടൊന്നും വസിയത്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നബിയെ, ഞങ്ങൾ ഈ യുദ്ധത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ തങ്ങൾ ഞങ്ങളെ കുടുംബത്തിന് പ്രതിനിധിയാകണം.
തങ്ങൾ ഞങ്ങളെ കുടുംബത്തിന് ഒരു സംരക്ഷകനാവണം എന്നാണ് ആ മുഹാജിറുകളും അൻസ്വാരികളും പറഞ്ഞത്. അങ്ങനെ ബദറിൻ്റെ രണാങ്കരത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വഫ ഇങ്ങനെ നിരത്തിയപ്പോൾ മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു ആ സ്വഫിൽ നിന്ന് ഒരൽപ്പം തെറ്റി നിന്നു. ഒരീത്തപ്പന മടലെടുത്തുകൊണ്ട് സവാദിനൊരൊറ്റ കുത്തങ്ങ് കുത്തി റസൂലുള്ള ചെറിയൊരടി. സവാദേ, നീ സ്വഫ് ശരിപ്പെടുത്തു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സവാദിന കുത്തങ്ങ് വേദനിച്ചു. ഉടനെ തന്നെ സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കങ്ങയോട് പ്രതികാരം ചെയ്യണം. തങ്ങളെന്നെ കുത്തിയില്ലേ, എനിക്കങ്ങയെയും തിരിച്ചു കുത്തണം. ഉടനെ തന്നെ ഉമർ ഇബ്നു ഖത്താബിനെ പോലത്തെ സ്വഹാബത്തൊക്കെ ഇങ്ങനെ തുറിച്ചു നോക്കുകയാണ്. അള്ളാൻ്റെ റസൂലിനോട് പ്രതികാരം ചെയ്യണമെന്നോ? യാ അല്ലാ. സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബിനോടൊക്കെ ഒതുങ്ങാൻ പറഞ്ഞു. സവാദ് പ്രതികാരം തീർക്കട്ടെ. ഉരത്ത് യാ മൗലൽ ഉറുബ ഉശിരങ്ങൾ യാ ഹബീബ ഉദിമങ്കും താബ താബ യാ റസൂലല്ലാഹ് പെരിയോനുമൈറക്കൈ പേശും ജിൻ ഇൻസിടക്കൈ പിരിശം റസൂലതക്കായി യാ സഫിയല്ലാഹ് യാ സഫിയല്ലാഹ്. സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എനിക്ക് അങ്ങയോട് പ്രതികാരം തീർക്കണം. മുത്ത് നബി പറഞ്ഞു, സവാദ് പ്രതികാരം തീർക്കട്ടെ. പക്ഷേ സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, തങ്ങൾ എൻ്റെ നഗ്നമായ ശരീരത്തിലേക്കാണ് കുത്തിയത്. അതുകൊണ്ട് എനിക്ക് തങ്ങളെയും അവിടുത്തെ നഗ്നമായ ശരീരത്തിലേക്ക് തന്നെ കുത്തണം. അതിനുവേണ്ടി അള്ളാഹിൻ്റെ റസൂലിനോട് അവിടുത്തെ ഖമീസങ്ങ് നീക്കാൻ ആവശ്യപ്പെടുമ്പോൾ വളരെ ദേഷ്യത്തോടെ നോക്കുന്ന മറ്റുള്ള സ്വഹാബത്തുണ്ട്. ആരാണ് സവാദ്? ഞങ്ങളെ മുത്തുനബിയോട് പ്രതികാരം തീർക്കണമെന്നോ? അവർ വലിയ ദേഷ്യത്തോടുകൂടെ തുറിച്ചു നോക്കുമ്പോഴും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സവാദ് റളിയല്ലാഹു അൻഹു, അവർ പ്രതികാരം തീർക്കട്ടെ, അവർ തിരിച്ച് എന്നെ കുത്തട്ടെ. അതിനുവേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ ഖമീസങ്ങ് പൊക്കി കൊടുക്കുകയാണ്. ഉടനെ സവാദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നഗ്നമായ ശരീരത്തിലേക്ക് കുത്തണമെന്ന് പറയുമ്പോൾ മുത്തുനബി അവിടുത്തെ ഖമീസാണ്ട് പൊക്കാണ്. നെയ്നാറ് നബി താഹ ഖമീസും കേറ്റി നവിണ്ട് സവാദോട് ഇങ്ങടുത്തോ തീറ്റി അയിനാൽ തിരുബത്തോൻ അയർത്ത് നോക്കി അടുത്ത് പൊളിഞ്ഞാശ മിളിയിലൊളുക്കി. അള്ളാഹുവിൻ്റെ റസൂല കമീസങ്ങ് കയറ്റി കൊടുത്തു. കമീസാണ്ട് പൊക്കുമ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു നേരെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വയറ്റത്തേക്കൊരു ചാട്ടമങ്ങ് ചാടി. എന്നിട്ട് സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരം ഷറഫാക്കപ്പെട്ട മുത്തുനബിൻ്റെ ശരീരവുമായി ടച്ച് ചെയ്യിപ്പിച്ചു. യാ അല്ലാഹ്, ദേഷ്യത്തോടെ നോക്കുന്ന സ്വഹാബത്താണ്. അവിടെ വെച്ചുകൊണ്ട് സവാദ് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് അങ്ങയോട് പ്രതികാരം തീർക്കാനല്ല ഞാൻ അങ്ങയോട് കമീസയിക്കാൻ ആവശ്യപ്പെട്ടത്. മറിച്ച് തങ്ങളെ ശരീരവും എൻ്റെ ശരീരവും തമ്മിലൊന്ന് ടച്ച് ചെയ്താൽ നാളെ ഞാനങ്ങ് മരണപ്പെട്ട് എൻ്റെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചാലും
മുത്തുനബിൻ്റെ ശറഫാക്കപ്പെട്ട ശരീരം തട്ടിയ ഒരു ശരീരം ഖബർ എടുക്കൂലല്ലോ, ഖബർ അദാബിലാക്കൂലല്ലോ. അതിനു വേണ്ടിയിട്ടാണ് നബിയെ ഞാൻ എൻ്റെ ശരീരം അങ്ങയുടെ ശരീരവുമായി തട്ടിപ്പിച്ചതെന്ന് പറയുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ ഇഷ്കിൻ്റെ ലോകം വാട്സപ്പ് ഗ്രൂപ്പിലെ സഹപ്രവർത്തകരെ, നമ്മൾ മുത്തുനബിയെ കണ്ടിട്ടില്ല, നമ്മൾ സ്വഹാബത്തിനെ കണ്ടിട്ടില്ല. മറിച്ച് ആ സ്വഹാബത്തൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പൂർണ്ണ പൊരുത്തം വാങ്ങി അവർ സ്വർഗത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിയവരാണ്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള മാർഗം ആ സ്വഹാബത്തിനെ മഹബത്ത് വെക്കലാണ്, ആ സ്വഹാബത്തിനെ സ്നേഹിക്കലാണ് നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു മാർഗം. ആ സ്വഹാബത്തിനെ അതിരറ്റ് സ്നേഹിച്ച് അവരോടുകൂടെ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയണം. അതിനാണ് ഇവിടെ ബദറും ബദരീങ്ങളും എന്ന വിഷയത്തിൽ 3 ദിവസത്തെ ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. നാളെ ബദരീങ്ങളോടുകൂടെ സ്വർഗത്തിലെത്താൻ കഴിയണം. എത്തും, അവരെ മഹബത്ത് വെച്ചാൽ എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണല്ലോ, ഉലൈക അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. നമുക്ക് അവരോടുകൂടെ സ്വർഗത്തിൽ കൂടാൻ കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമ്മൾ പറയുന്നത് പടർക്കളമാണ്. അങ്ങനെ സ്വഫക്കായി നിരത്തി പടർക്കളത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ബദറിൽ ഷഹീദാക്കപ്പെട്ട ഒരു സ്വഹാബി മഹാനായ മിഹ്ജദ് റളിയല്ലാഹു അൻഹുവാണ്. ഞാനിത് പറയാനുള്ള കാരണം പലരും ഉബൈദ് റളിയല്ലാഹു അൻഹുണ്ട് ഷഹീദായിക്കണ്, ശരിയാണ്. പക്ഷെ ആദ്യമായി പടർക്കളം വിശദീകരിക്കുന്നതിന് മുമ്പ് ഇത് നമുക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ യുദ്ധത്തിൻ്റെ രംഗങ്ങളും കൂടി നാളെ നമുക്ക് പറഞ്ഞിട്ട് തീർക്കാൻ കഴിയണം. മഹാനായ മിഹ്ജദ് റളിയല്ലാഹു അൻഹുവാണ് ആദ്യമായി പടർക്കളത്തിൽ ഷഹീദാക്കപ്പെട്ട സ്വഹാബി. മിഹ്ജദ് റളിയല്ലാഹു അൻഹുവാണ് മിൻ അഹ്ലിൽ യമൻ, യമനുകാരനായ മിഹ്ജദ് റളിയല്ലാഹു അൻഹുവാണ് ആദ്യമായി പടർക്കളത്തിൽ ഷഹീദായി വീണത്. മൊയ്ൻകുട്ടി വേദരിപ്പാടാണ്, പുലി മിഹ്ജബർ വീണ് ഷഹീദാദാ. ആ മിഹ്ജദ് റളിയല്ലാഹു അൻഹുവാണ് ആദ്യമായി പടർക്കളത്തിൽ ഷഹീദായ സ്വഹാബി. നമ്മൾ ഈ മോയിൻകുട്ടി വൈദ്യരെ ബദർ കിസ് അങ്ങനെ പാടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പൂർവ്വകാലത്തെ ആളുകൾ അവർ ബദർ കിസ്സ പഠിച്ചത് ഈ മോയിൻകുട്ടി വൈദ്യരെ ബദർ കിസ്സ കേട്ടിട്ടാണ്, അല്ലാതെ സീറത്തുൽ ഹലബിയയും സീറത്തുൽ നബവിയയും നോക്കിയിട്ടല്ല. അവർ മോയിൻകുട്ടി വൈദ്യരെ ബദർ കിസ്സ, മോയിൻകുട്ടി വൈദ്യർ എന്താണ് ബദർ കിസ്സ പാട്ടുണ്ടാക്കാനുണ്ടായ കാരണം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം, നല്ലതാണ്. മോയിൻകുട്ടി വൈദ്യർ ഉമ്മാൻ്റെ അടുക്കളയിൽ വന്നുകൊണ്ട് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന് പറയുന്ന പ്രേമത്തിൻ്റെ കാവ്യമുണ്ടാക്കി. പൂമാകളാണ് ഹുസ്നുൽ ജമാൽ എന്ന് പറയുന്ന ആ പ്രേമത്തിൻ്റെ പാട്ടുണ്ടാക്കി ഉമ്മാൻ്റെ അടുക്കളയിൽ വന്നങ്ങ് പാടുമ്പോൾ ആ ഉമ്മ ശകാരിച്ചിട്ട് പറഞ്ഞു, മോനെ ഈ പാട്ട് നമുക്ക് വേണ്ട, അതുകൊണ്ട് ഈ പാട്ടുണ്ടാക്കിയതിന് പകരം അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാട്ടുണ്ടാക്കുന്നത് വരെ ഈ ഉമ്മ പൊരുത്തപ്പെട്ട് തരൂല. അങ്ങനെ ചരിത്രം പറയുന്നത് ഞാൻ വളരെ ചുരുക്കി പറയാണ്. മോയിൻകുട്ടി വൈദ്യർ രാത്രി കിടപ്പറയിലേക്ക് വരുമ്പോൾ മോയിൻകുട്ടി വൈദ്യർക്ക് ഉറക്കം വരുന്നില്ല, വൈദ്യർക്ക് ഉറക്കം കിട്ടുന്നില്ല. കാരണം ഉമ്മാൻ്റെ പൊരുത്തല്ലാതെ എങ്ങനെ ഉറങ്ങാനാണ്? അങ്ങനെ മോയിൻകുട്ടി വൈദ്യർ സ്വലാത്ത് ചൊല്ലി തഹജ്ജുദിൻ്റെ സമയമായപ്പോൾ ആരോ വന്ന് വിളിച്ചുണർത്തി. ഉളൂഹെടുത്തുകൊണ്ട് ഇങ്ങനെ വീണ്ടും പേനയും പേപ്പറും എടുത്തിങ്ങനെ നിൽക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ബദർ തുടങ്ങിക്കൊടുക്കുന്ന ചരിത്രം പറയാണ്. എഴുതാൻ പറഞ്ഞു, അഹദത്തിലയലിഫ് ലമഗമിയം അലിഫക്ഷരഫുൽ ബിസ്മില്ല അരിമക്കിലൈ കുത്തുബനുദീനം ഖുർആനിൻ അളകുറ്റല കുറി ബിസ്മില്ല. അങ്ങനെയാണ് ബദർ കിസ് ഉണ്ടാക്കി പാടുന്നത്. അങ്ങനെ നമുക്ക് അതാണ് ഞാൻ മോയിൻകുട്ടി വൈദ്യരെ ബദർ കിസ് ഉണ്ടാക്കാനുണ്ടായ ഒരു കാരണം ഞാൻ പറഞ്ഞതാണ്. പിന്നീട് വൈദ്യര് പലതിലൊക്കെ സഞ്ചരിച്ചെങ്കിലും അവസാനം വളരെയേറെ സൂഫി രൂപത്തിലാണ്
മോയിൻകുട്ടി വൈദ്യരുടെ വഫാത്ത് എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ പടർക്കളത്തിൽ സ്വഫക്കായി നിരത്തി അള്ളാഹുവിൻ്റെ റസൂല് ശത്രുഭാഗത്ത് ഇറങ്ങുന്നത് ഉത്ബത്തും ഷൈബത്തും വലീദുമാണ്. എന്തിനാണ് യുദ്ധം നടക്കുന്നത്? നേരത്തെ മഴ പെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, സ്വഹാബത്തും മുത്തുനബിയൊക്കെ ഒരു തടാകം കെട്ടി വെള്ളം ശേഖരിച്ച് വെച്ചു. ശത്രുക്കളുടെ ഭാഗത്ത് ആകെ ചീഞ്ഞളിഞ്ഞ് മഴ പെയ്ത് നശിച്ചുപോയി. അങ്ങനെ ഈ ശത്രുക്കൾക്ക് ഈ ഹൗദിൽ നിന്ന് ധിക്കാരപൂർവ്വം വെള്ളമെടുക്കണം. മാന്യമായി ഞങ്ങൾക്ക് വെള്ളം വേണമെന്ന് ചോദിച്ചാൽ മുത്തുനബി കൊടുക്കൂലേ? കൊടുക്കും. അതിനുദാഹരണമാണ് ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു മാന്യമായി ഹൗദിൽ നിന്ന് വെള്ളം കുടിച്ചുപോയി. അള്ളാഹിൻ്റെ റസൂല് ഒന്നും പറഞ്ഞില്ല. കാരണം മുത്തുനബി പറഞ്ഞു ഹക്കീം ഇബ്നു ഹിസാം മാന്യനാണ്. ആ മാന്യത കാണിച്ചപ്പോൾ മുത്തുനബി വെള്ളം കൊടുത്തു. മാത്രമല്ല, ഖദീജ ബിവിയുമായി ഞാൻ മക്കയിൽ കഴിയുന്ന സമയത്ത്, ഞങ്ങൾക്ക് ഭക്ഷണവും അന്നവും ഇല്ലാത്ത സമയത്ത് അന്ന് ഞങ്ങളെ സഹായിച്ചത് ഹക്കീം ഇബ്നു ഹിസാമാണ്. അതുകൊണ്ട് ഹക്കീം ഇബ്നു ഹിസാമിന് വെള്ളം കൊടുക്കാം. മറിച്ച് ഉത്ബത്തും ഷൈബത്തും വലീദും പോലത്തെ കിങ്കരന്മാർ പറയുന്നത്, ഞങ്ങൾക്ക് ഈ തടാകത്തിൽ നിന്ന് വെള്ളം തന്നില്ല എങ്കിൽ ഞങ്ങൾ ആ ഹൗദിൽ കിടന്നിട്ട് പെടഞ്ഞിട്ടെങ്കിലും മരിക്കും. ആരാണ് ആ ഹൗദിൻ്റെ സെക്യൂരിറ്റി എന്നറിയോ? അമ്മു റസൂലില്ലാഹി സയ്യിദു ശുഹദാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവാണ്. അതിനെ ഹംസത്തുൽ കറാർ മുത്തുനബിയെ ധിക്കരിച്ചുകൊണ്ട് വെള്ളമെടുക്കാൻ സമ്മതിക്കൂല. അങ്ങനെ ഉത്ബത്തും ഷൈബത്തും വലീദും ഒക്കെ ഇറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസ്വാരികളായ 3 ആളുകളെ പടർക്കളത്തിലേക്ക് കണ്ടു വിട്ടു. നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലാണ് യുദ്ധം നടക്കുന്നത്. അൻസ്വാരികളായ 3 ആളുകളെ പടർക്കളത്തിലേക്ക് വിട്ടു. അവരെ അങ്ങ് വിട്ടപ്പോൾ ഈ മക്കയിലെ ഖുറൈശികൾ പറഞ്ഞു, ഞങ്ങൾക്ക് അൻസ്വാരികളെ വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളെ നാട്ടുകാരായ മുഹാജിരീങ്ങളെ തന്നെ വേണം എന്നവർ വാശി പിടിച്ച്, ഞങ്ങൾക്ക് ഞങ്ങളെ നാട്ടുകാരെ തന്നെ കിട്ടണം, ഞങ്ങൾക്ക് അൻസാരികളെ വേണ്ട, അവർ വാശി പിടിച്ചങ്ങ് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ റസൂൽ മുഹാജിരീങ്ങളായ 3 ആളുകളെ ഇറക്കുകയാണ്. ഇനിയാണ് പടർക്കളം. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള രംഗങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു ബദരീങ്ങളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകട്ടെ. ദിക്റു സ്വാലിഹീന കഫാറ എന്നാണല്ലോ നല്ല ആളുകളെ മദ്ഹ് പറയുന്നത്. നമ്മളെ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള കാരണമാണ്. അള്ളാഹു നമ്മളെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് പറയാനുള്ളത്, അങ്ങനെ മുഹാജിരീങ്ങളെ തന്നെ വേണമെന്ന് പറയുമ്പോൾ അള്ളാഹു മുഹാജിരീങ്ങളായ 3 പേരെ പടർക്കളത്തിലേക്ക് ഇറക്കുന്ന രംഗങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي نجنا واكشف جميع أذية
بلية واصرف مكائد العدا والطوف بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي نفس الكرباء عن العاصين والعطباء وكل بلية ووباء بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فكم من حية حصلت وكم من ذلة فصلت وكم من نعمة وصلت بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وكم أغنيت ذا الفقر وكم أوليت ذا العسر وكم عافيت ذا الوزر بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله لقد ضاقت على القلب جميع الأرض مع رحبي فأنج من البلاء الصعب بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله أتينا طالب الرفد وجل الخير والسعد فوسع منحة الأيدي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فلا تطرد مع الخيبة بل اجعلنا على الطيبة يا ذا العز والهيبة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وإن تردد فمناتي لنيل جميع حاجاتي أيا جال الملمات بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي اغفر وأكرمنا بنيل مطالب منا
ودفع مساءة عنا بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي أنت ذو لطف وذو فضل وذو عطف وكم من كربة تنفي بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وصل على النبي البر بلا حد ولا حصر وآل سادة غر وأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളെ തുണറബ്ബന കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളെ തുണറബ്ബന അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യഗ്ഫിർ ലനാ ഗുഫ്റാൻ ലനാ ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്ത് ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ ബദരീങ്ങളെ തുണറബ്ബന സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളെ തുണറബ്ബന അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യഗ്ഫിർ ലനാ ഗുഫ്റാൻ ലനാ. പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന് ദീർഘായുസ്സിനും ബദരീങ്ങളെ തുണറബ്ബന കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും ബദരീങ്ങളെ ബാറക്കത്തിനാൽ റഹ്മത്ത് തായ റബ്ബന അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം
أستغفر الله العظيم يغفر لنا غفراننا എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദിരീങ്ങളെ ബറക്കത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് ദണ്ണം വബാവസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് ദാഹം മൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളെ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലതല്ലി രക്തം ചിന്തിയ ബദരീങ്ങളെ അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലതല്ലി രക്തം ചിന്തിയ ബദരീങ്ങളെ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ശുഹദാക്കളെ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലതല്ലി രക്തം ചിന്തിയ ബദരീങ്ങളെ അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലതല്ലി രക്തം ചിന്തിയ ബദരീങ്ങളെ കളെ
ബദർ യുദ്ധ കാളം തന്നിൽ പടവെട്ടി വിജയിച്ച് ബഹുമാന ശുഹദാഉൽ ബദരീങ്ങളെ. ബദർ യുദ്ധ കാളം തന്നിൽ പടവെട്ടി വിജയിച്ച് ബഹുമാന ശുഹദാഉൽ ബദരീങ്ങളെ. ഉദികത്തും ഇസ്ലാമിൽ ഉയർമാലും കൊടുത്തുള്ളേ ഉചിത പോർ പൂലികളാം ശുഹദാക്കളെ. ബദർ യുദ്ധ കാളം തന്നിൽ പടവെട്ടി വിജയിച്ച് ബഹുമാന ശുഹദാഉൽ ബദരീങ്ങളെ. കുദ്റത്തുടയോനും കൽപ്പിച്ചു ഗുണത്വഹ റസൂലിനെ സ്നേഹിച്ചു പതറാതെ തൗഹീദും ഒന്നിച്ചു സത്യപാന്താവിൽ വീരത്വം കാണിച്ചു. കുദ്റത്തുടയോനും കൽപ്പിച്ചു ഗുണത്വഹ റസൂലിനെ സ്നേഹിച്ചു പതറാതെ തൗഹീദും ഒന്നിച്ചു സത്യപാന്താവിൽ വീരത്വം കാണിച്ചു. നുദ്റത്തെ മലക്കുകൾ ആകാശത്തി നിറങ്ങിയേ നിറവായേ സബീലാടിയ ശുഹദാക്കളെ. ബദർ യുദ്ധ കാളം തന്നിൽ പടവെട്ടി വിജയിച്ച് ബഹുമാന ശുഹദാഉൽ ബദരീങ്ങളെ. ശത്രുക്കളായിരം മട്ടാണ് ശത്രുവായുധ സാമഗ്രി ജോറാണ്. മുത്ത് നബി സൈന്യം കുറവാണ് വെറും 313 പേരാണ്. ശത്രുക്കളായിരം മട്ടാണ് ശത്രുവായുധ സാമഗ്രി ജോറാണ്. മുത്ത് നബി സൈന്യം കുറവാണ് വെറും 313 പേരാണ്. പരിശുദ്ധ തക്ബീരിൻ ധ്വനിയങ്ങും മുഴക്കിയേ പ്രശൂര പുരുഷരാം ബദരീങ്ങളെ. ബദർ യുദ്ധ കാളം തന്നിൽ പടവെട്ടി വിജയിച്ച് ബഹുമാന ശുഹദാഉൽ ബദരീങ്ങളെ. ഉദികത്തും ഇസ്ലാമിൽ ഉയർമാലും കൊടുത്തുള്ളേ ഉചിത പോർ പൂലികളാം ശുഹദാക്കളെ. ബദർ യുദ്ധ കാളം തന്നിൽ പടവെട്ടി വിജയിച്ച് ബഹുമാന ശുഹദാഉൽ ബദരീങ്ങളെ.